കെനിയയിലെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വലിയൊരു ദുഃഖവാർത്തയാണ് കേരളത്തെ കാത്തിരുന്നത്. അപകടത്തിൽ മരിച്ച പ്രവാസി മലയാളികളുടെ മൃതദേഹം ഇന്നോ നാളെയോ നാട്ടിലെത്തിക്കും. ബന്ധുക്കളെത്തി മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതോടെ ഇന്നലെ രാത്രി തന്നെ പോസ്റ്റ്മോർട്ടവും പൂർത്തിയായി. ഖത്തറിൽ നിന്നും വിനോദയാത്ര പോയ പാലക്കാട്, തൃശൂർ, തിരുവനന്തപുരം സ്വദേശികളാണ് അപകടത്തിൽ മരിച്ചത്. പരിക്കേറ്റ മലയാളികളിൽ ഒരാളുടെ പരിക്ക് ഗുരുതരമാണ്. വിവരങ്ങൾ നൽകാനായി ടി നന്ദഗോപാലൊപ്പം തന്നെ നടരാജ് പരശുരാം എന്നിവർ ചേരുകയാണ്. ആദ്യം നന്ദഗോപാലിലേക്കാണ്. നന്ദഗോപാൽ, അവരുടെ മൃതദേഹമൊക്കെ തിരിച്ചറിഞ്ഞു, പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായിരുന്നു. വീട്ടിലെ അന്തരീക്ഷമൊക്കെ നമുക്കറിയാം. എന്തായാലും അവരെ ഉടൻ എത്തിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുകയാണ്. നിലവിൽ എന്തൊക്കെ വിവരങ്ങൾ ഇത് സംബന്ധിച്ച് വീട്ടുകാർക്ക് ലഭിക്കുന്നു നന്ദഗോപാൽ? റിയയുടെ വീട്ടുകാരുമായി സംസാരിച്ചു എന്നുള്ളതും അവിടെ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. റിയയുടെയും ടൈറയുടെയും മൃതദേഹം ഉടൻ തന്നെ നാട്ടിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള നടപടികളൊക്കെ പൂർത്തിയാകുന്നു എന്നുള്ളത് ജനപ്രതിനിധികളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ മൃതദേഹങ്ങൾ കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ജോയൽ കോയമ്പത്തൂർ സ്വദേശിയാണ്. അപ്പോൾ മൃതദേഹങ്ങൾ അവിടെ കൊണ്ടുപോയി അവിടെ സംസ്കാര ചടങ്ങുകൾ നടത്താനുള്ള ഒരു തീരുമാനമാണ് നിലവിൽ സ്വീകരിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ മണ്ണൂരിലേക്ക് കൊണ്ടുവരുമായിരിക്കും. പക്ഷേ ഈ മൃതദേഹങ്ങൾ കൊണ്ടുവരുമ്പോൾ എംബാം ചെയ്താണ് കൊണ്ടുവരിക. അപ്പോൾ ഇതാ ഈ മണ്ണൂരിൽ കൊണ്ടുവന്ന ഇവിടെ ഒരു പൊതുദർശനം നടത്തി വീണ്ടും കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോകുന്നതിന് ചില സാങ്കേതികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മുൻകൂട്ടി കണ്ട് ചർച്ച ചെയ്ത ശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനം സ്വീകരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ നാടാകെ വലിയ ദുഃഖത്തിലാണ്. പെട്ടെന്ന് എത്തിയ ഒരു വാർത്ത അത് ഉൾക്കൊള്ളാൻ ഈ നാട്ടുകാർക്കോ വീട്ടുകാർക്കോ സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ട്. ഒപ്പം ജനപ്രതിനിധികൾ കൃത്യമായി ഇവിടെ എത്തി കാര്യങ്ങളൊക്കെ തന്നെ ഏകോപിപ്പിക്കുന്നുമുണ്ട്. ഇവരാണ് ഈ മൃതദേഹം ഇവിടേക്ക് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നത്.